ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 VHSC മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ കുറച്ച് പോർഷൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ്. എന്താണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് ആദ്യം നോക്കാം. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക പരിസ്ഥിതിയാണ്. അപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക, ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ പറയുന്നത് ഇക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബിസിനസ് ഇൻ എ കൺട്രി, നമ്മുടെ രാജ്യത്തെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ് ഇക്കണോമിക് സിസ്റ്റം, ഇക്കണോമിക് പോളിസി, ഇക്കണോമിക് കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന സാമ്പത്തിക ഘടകങ്ങൾ അത് ഏതൊക്കെയാണ്? സാമ്പത്തിക വ്യവസ്ഥ, സാമ്പത്തിക നയങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം കൂടെ വിളിക്കുന്നതാണ് എന്ത്? ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇക്കണോമിക് മീൻസ് പണപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു രാജ്യത്തിലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ഇക്കണോമിക് സിസ്റ്റം എന്താണെന്ന്, സാമ്പത്തിക വ്യവസ്ഥ. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിനകത്തുള്ള നമ്മുടെ ഗുഡ്സിൻ്റെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷൻ, ഉൽപാദനം, അതിൻ്റെ വിതരണം, അതിനെല്ലാം കൂടെയുള്ള ഒരു സംവിധാനമാണ് എന്ത്? ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ 3 തരം ഇക്കണോമിക് സിസ്റ്റം ആണുള്ളത്. ഒന്ന് ക്യാപിറ്റലിസം, ഒന്ന് സോഷ്യലിസം, അടുത്തത് മിക്സ്ഡ് ഇക്കോണമി. ക്യാപിറ്റലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ക്യാപിറ്റലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയാണ്. അവിടെ ആരായിരിക്കും? പ്രൈവറ്റ്, സ്വകാര്യ ഉടമസ്ഥാവകാശമാണ്. പ്രൈവറ്റ് പാർട്ടീസിനെയാണ് അവിടെ എന്തുണ്ടായിരിക്കുക? ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുക. അവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഒന്നും വരുന്നില്ല. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടീസ് ആയിരിക്കും. അതാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് നമ്മുടെ USA, UK ഒക്കെയാണ് അതിനുള്ള. ഈ രാജ്യങ്ങളാണ് ഈ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പ്രൈവറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് കൺട്രോൾഡ് ഒന്നും വരുന്നില്ല. സെക്കൻഡ് ആണ് സോഷ്യലിസം. ഇവിടെ എന്തായിരിക്കും? നേരെ തിരിച്ച്, ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ്. ഇവിടെ രാജ്യത്തിൽ അകത്തുള്ള എല്ലാ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ആണ്. അവിടെ ഗവൺമെൻറ്റിനെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. എക്സാമ്പിൾ പറയുന്നതാണ് റഷ്യ, ക്യൂബ. ഇതൊക്കെ സോഷ്യലിസം ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. സോഷ്യലിസം മീൻസ് എല്ലാ മാർഗങ്ങളും, ഉൽപാദനവും വിതരണവും എല്ലാ മാർഗങ്ങളും ഭരണകൂടം നിയന്ത്രിക്കും, എന്ന് വെച്ചാൽ ഗവൺമെൻറ് നിയന്ത്രിക്കും. നമുക്ക് ഓൾറെഡി അറിയാൻ അടുത്തത് മിക്സ്ഡ് ഇക്കോണമി. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. നമ്മുടെ ഇന്ത്യ അതിനൊരു എക്സാമ്പിളാണ്. ഇവിടെ എന്തുണ്ട്? ഗവൺമെൻറ് കൺട്രോൾഡ് എൻ്റർപ്രൈസസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് ഉണ്ട്. അപ്പോൾ അവിടെ മുതലാളിത്തവും വരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും വരുന്നുണ്ട്. അങ്ങനെ രണ്ടിൻ്റെയും കോമ്പിനേഷനെ നമുക്ക് എന്ത് വിളിക്കാം? മിക്സ്ഡ് ഇക്കോണമി എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഇന്ത്യയും ഫ്രാൻസും ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇക്കണോമിക് പോളിസികളാണ്. എന്താണ് ഇക്കണോമിക് പോളിസി? സാമ്പത്തിക നയങ്ങൾ എന്ന് വെച്ചാൽ എന്ത് എന്നാണ് പറയുന്നത്. ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് എവറി ഓർഗനൈസേഷൻ ഹാസ് ടു ഫങ്ഷൻ. ഇപ്പോൾ ഒരു ചട്ടക്കൂടാണ് ഈ പോളിസി എന്ന് പറയുന്നത്. ഒരു ചട്ടക്കൂടാണ്. നയങ്ങൾ, ഇപ്പോൾ നമ്മുടെ സ്കൂളിനൊരു പോളിസി ഉണ്ട്, അപ്പോൾ തന്നെ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് നയങ്ങളുണ്ട്. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് എന്ത് നയമായിരിക്കും? സാമ്പത്തിക നയങ്ങളായിരിക്കും. ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നേ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ ഇക്കണോമിക് പോളിസിയിൽ വരുന്നതാണ് മെയിനായിട്ട് എന്ത്? ഒന്ന് മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി. ഇക്കണോമിക് പോളിസീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ്. ഇക്കണോമിക് പോളിസീസ് ഒക്കെ സ്ഥാപിക്കുന്നതും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഗവൺമെൻറ് ആണ്. മോണിറ്ററി പോളിസി, മെയിൻലി മോണിറ്ററി പോളിസി എന്ന് കേട്ടാൽ നമുക്ക് ആരെ ഓർമ്മ വരണം? സെൻട്രൽ ബാങ്കിന് ഓർമ്മ വരണം. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരണം? ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസിന് ഓർമ്മ വരണം. അപ്പോൾ മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസ് വഴിയാണ് നമ്മുടെ രാജ്യത്തെ പണനയം, മോണിറ്ററി പോളിസികളൊക്കെ നടപ്പിലാക്കുന്നത്. ഫിസ്ക്കൽ പോളിസി റെഫേഴ്സ് ടു ദ ഗവൺമെൻറ് ഡിസിഷൻ. ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് വരുന്നത്. എത്ര ചെലവാക്കണം, എത്ര ടാക്സ് മേടിക്കണം എന്നുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ഇതിൽ വരുന്നത്, ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് മോണിറ്ററി പോളിസി.
മോണിറ്ററി പോളിസി കൺസേൺഡ് വിത്ത് മണി സപ്ലൈ ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി. ഇത് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. എന്ത് റെഗുലേറ്റ് ചെയ്യാനാണ്? മണി സപ്ലൈ, ഒരു രാജ്യത്തിൻ്റെ പണത്തിൻ്റെ ഒഴുക്ക് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററി പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. RBI ആണ് ഈ മോണിറ്ററി പോളിസിയിൽ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. RBI കൺട്രോൾ ക്രെഡിറ്റ് ബൈ 2 മെത്തേഡ്. മെയിൻലി 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിലെ പണത്തിൻ്റെ സപ്ലൈ RBI കൺട്രോൾ ചെയ്യുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം ആരേനെ? നമ്മുടെ RBI, നമ്മുടെ സെൻട്രൽ ബാങ്ക്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇടപെട്ട് നമ്മുടെ രാജ്യത്തിലുണ്ടാവുന്ന പണത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ മോണിറ്ററി പോളിസി വഴി. 2 മെത്തേഡാണ് RBI ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് പറയുന്നതാണ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസി. ആ 2 മെത്തേഡ്, അപ്പോൾ RBIയുടെ മെത്തേഡിന് നമുക്ക് എന്ത് വിളിക്കാം? ക്രെഡിറ്റ് കൺട്രോൾ പോളിസി എന്ന് പറയാം. അപ്പോൾ 2 തരം കൺട്രോൾ ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്, ഒന്ന് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇത്, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതിലെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ കൺട്രോൾ വോള്യൂം ഓഫ് ടോട്ടൽ ക്രെഡിറ്റ്. അപ്പം നമ്മുടെ രാജ്യത്തിലെ അകത്തുണ്ടാവുന്ന പൈസ, പണത്തിൻ്റെ വോള്യൂം, ക്രെഡിറ്റിന് അളവ് നിയന്ത്രിക്കുകയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻഡ് വാരിയബിൾ റിസർവ് റേഷ്യോ. ഇത് 3 വരുന്നത്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വാരിയബിൾ റിസർവ് റേഷ്യോ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി എന്താണ് ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദി ബാങ്ക് റേറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI വുഡ് റീഡിസ്കൗണ്ട് ദ എലിജിബിൾ ബിൽസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ദി RBI ക്യാൻ കൺട്രോൾ ദി മണി സപ്ലൈ ഇൻ ദി കൺട്രി ബൈ റിവൈസിങ് ദി ബാങ്ക് റേറ്റ്. ഇത് പറയുന്നത് നമ്മുടെ വാണിജ്യ ബാങ്കുകളുണ്ടല്ലോ, നമ്മുടെ അടുത്തുള്ള ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇതിന് ഫണ്ട് ആവശ്യം വരുമ്പോൾ ആരെ സമീപിക്കാനായിട്ട് പറ്റും? RBIനെ സമീപിക്കാം. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന റേറ്റ് എന്ന് എന്തിനു പറയും? ബാങ്ക് റേറ്റിന് പറയും. അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയും, ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ബില്ലുണ്ടെങ്കിൽ അതെവിടെ കൊണ്ടു കൊടുക്കാം? നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നേരത്തെ പണാക്കി മാറ്റാം. നേരത്തെ നമുക്ക് ഒരാൾ കസ്റ്റമർ പൈസ തരാനുണ്ട്, അതൊരു 3 മാസം കഴിഞ്ഞേ തരുള്ളൂ. ഞാനൊരു ബിസിനസ് നടത്തി പോവാണ്. എനിക്ക് പക്ഷേ എൻ്റെ കയ്യിൽ നിങ്ങൾ ബില്ല് തന്നു, 3 മാസം കഴിഞ്ഞ് തരാമെന്ന് പ്രൂഫുണ്ട്. പക്ഷേ എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അടുത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ആ ബില്ല് കൊടുത്തു. എനിക്കൊരു 10,000 രൂപയുടെ ബില്ലാണ്. 10,000 രൂപയുടെ ബില്ല് ഞാൻ ബാങ്കിൽ കൊടുത്തു. പക്ഷേ 10,000 രൂപ എനിക്ക് ബാങ്ക് തരില്ല. 3 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാലാവധി. ആ 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പൈസ തരാനുള്ളവരിൽ നിന്ന് ബാങ്ക് അത് കളക്ട് ചെയ്യുക. പകരം എനിക്കൊരു 9,000 രൂപ തന്നു. 1000 രൂപ ബാങ്ക് പിടിച്ചു, അവർ നേരത്തെ എനിക്ക് പൈസ തന്നതിന്. ഇനി അങ്ങനെ നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ബില്ലിരിക്കുന്നത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിലാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും പൈസ അത്യാവശ്യം വരികയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യാം? ആ ബില്ല് എവിടെ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യാം? നമ്മുടെ RBIയിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം. അങ്ങനെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന റേറ്റിനെയും കൂടെ എന്ത് വിളിക്കാം? നമുക്ക് ബാങ്ക് റേറ്റ് എന്ന് വിളിക്കാം. ദ ബാങ്ക് റേറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI വുഡ് റീഡിസ്കൗണ്ട്, വീണ്ടും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. റീഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്ത്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്ത ബില്ല് പിന്നെയും RBI റീഡിസ്കൗണ്ട് ചെയ്യുന്നു. ദ എലിജിബിൾ ബിൽസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു കസ്റ്റമർ കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് പൈസ എന്ത് ചെയ്തു? ഞാനാണ് ബിസിനസ്സുകാരനെങ്കിൽ എൻ്റെ കയ്യിലുള്ള ബില്ല് ഞാൻ എൻ്റെ അടുത്തുള്ള വീടിനടുത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുപോയി അത് പൈസയാക്കി മാറ്റി. എനിക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് പൈസ തന്നു. കുറച്ച് സർവീസ് ചാർജ് അവർ പിടിച്ചു. ഇപ്പോൾ അവരുടെ അടുത്താണ് എൻ്റെ ബില്ലിരിക്കുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ ബാങ്കിന് RBIയുടെ അടുത്ത് പോയിട്ട് RBIക്ക് ആ ബില്ല് കൊടുക്കാം. RBI എന്ത് തരും? അത് പൈസ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും. അങ്ങനെ ആ ബില്ല് റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന റേറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ബാങ്ക് റേറ്റ് എന്ന് വിളിക്കും. ഇനി ബാങ്ക് റേറ്റിൽ മെയിൻലി 2 ആണുള്ളത്. ഒന്ന് റെപ്പോ റേറ്റും ഒന്ന് റിവേഴ്സ് റെപ്പോ റേറ്റും. എന്താണ് റെപ്പോ റേറ്റ്? റെപ്പോ റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ് ടു ബാങ്ക് ഇൻ ദ കൺട്രി. RBI
ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. RBI ലെൻഡ് ടു ബാങ്ക് ഇൻ ദ കൺട്രി. റിവേഴ്സ് റെപ്പോ എന്താ? റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം ദി കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്തിൻ ദ കൺട്രി. നേരെ തിരിച്ചു പഠിക്കുക. റെപ്പോ റേറ്റ് എന്ന് വെച്ചാൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന റേറ്റിനെ നമുക്ക് എന്ത് പറയാം? റെപ്പോ റേറ്റ് എന്ന് പറയാം. റിവേഴ്സ് റെപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നേരെ തിരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് പണം കടം കൊടുക്കുന്ന റേറ്റിന് എന്ത് പറയാം? റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ബാങ്ക് റേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ക്രെഡിറ്റ് കൺട്രോൾ ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇവിടെ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI ആണ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈനെ നിയന്ത്രിക്കുന്നു. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മുടെ രാജ്യത്ത് പണം ഇല്ലാത്ത അവസ്ഥയാണ്, ആരുടെ അടുത്തും പൈസ ഇല്ല, മണി സപ്ലൈ വളരെ കുറവാണ്. RBIക്ക് എന്ത് ചെയ്യണം? അവിടെ മണി സപ്ലൈ കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ ആൾക്കാരുടെ അടുത്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്. ആ സെക്യൂരിറ്റീസ് RBI എന്ത് ചെയ്യും? തിരിച്ചു വാങ്ങും. ജനങ്ങൾക്ക് പൈസ കൊടുക്കും, സെക്യൂരിറ്റി RBI വാങ്ങും. ജനങ്ങളുടെ അടുത്ത് എന്ത് വന്നു? പൈസ വന്നു. മണി സപ്ലൈ കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, നമ്മുടെ ഇക്കോണമിയിൽ മണി സപ്ലൈ കുറഞ്ഞിരിക്കുന്ന സമയത്ത് RBI എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ് തിരിച്ചു വാങ്ങും. ഇനി നോക്കിക്കോ, എക്സസ് മണിയാണ് നമ്മുടെ ഇക്കോണമിയിൽ, ഫുൾ മണിയാണ്, എല്ലാവരുടെ അടുത്തും മണി സപ്ലൈ കൂടുതലാണ്, അല്ലെങ്കിൽ എക്സസ് മണിയാണ്. അപ്പോൾ RBIയുടെ ലക്ഷ്യം എന്താണ്? ആ പണത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? RBIയുടെ അടുത്ത് കുറച്ച് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ഉണ്ട്. RBI ആ സെക്യൂരിറ്റീസ് എടുത്തിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾക്ക് വിൽക്കും. അപ്പോൾ പൈസ ഉള്ള ജനങ്ങളാണ്, ആ സെക്യൂരിറ്റീസ് ജനങ്ങൾ വാങ്ങും. പൈസ ആർക്ക് കൊടുക്കും? RBIക്ക് കൊടുക്കും. അങ്ങനെ ജനങ്ങളുടെ അടുത്തുള്ള പൈസയൊക്കെ ആരുടെ അടുത്തുണ്ടായിരിക്കും? RBIയുടെ അടുത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ മണി സപ്ലൈ അവിടെ എന്ത് ചെയ്യും? കൂടി നിൽക്കുന്ന മണി സപ്ലൈ കുറയും. അപ്പോൾ ഇതിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇൻഫ്ലേഷൻ മീൻസ് പണപ്പെരുപ്പമുള്ള അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സസ് മണി സപ്ലൈ ആണ്. അപ്പോൾ അവിടെ നമുക്ക് മണി സപ്ലൈ കുറയ്ക്കണം, പണപ്പെരുപ്പം കുറയ്ക്കണമെങ്കിൽ RBI എന്ത് ചെയ്യും? സെൽ സെക്യൂരിറ്റീസ്. RBI ആ സെക്യൂരിറ്റീസ് ഒക്കെ വിൽക്കും. ഡീഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നത്, പണം ആരുടെ അടുത്തും ഇല്ല, ഷോർട്ടേജ് ആണ് മണിയെങ്കിൽ RBI എന്ത് ചെയ്യും? ബൈ സെക്യൂരിറ്റീസ് ടു ടേക്ക് അപ്പ് ദി മണി സപ്ലൈ. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും ഇവിടെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ വാരിയബിൾ റിസർവ് റേഷ്യോ. അതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്, ഒന്ന് CRRഉം ഒന്ന് SLRഉം. ഇതിൻ്റെ എക്സ്പാൻഷനും പഠിച്ചു വയ്ക്കുക. CRR മീൻസ് ക്യാഷ് റിസർവ് റേഷ്യോ, SLR മീൻസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് SLR എന്ന് നോക്കാം. SLR, ഇറ്റ് ഈസ് ദി മിനിമം പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ദാറ്റ് എ ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് ഗോൾഡ്, ക്യാഷ് ഓർ അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഇപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉള്ള ഡെപ്പോസിറ്റ്, ഒരു ബാങ്ക് പണമോ സ്വർണമോ മറ്റംഗീകൃത സെക്യൂരിറ്റികളോ ആയി നിലനിർത്തേണ്ട നിക്ഷേപങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ശതമാനമാണ് എന്ത്? SLR എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിലൊക്കെ എന്തുണ്ട്? ഡെപ്പോസിറ്റ് ഉണ്ട്, നമ്മളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 13% അവർക്ക് എവിടെ വെക്കണം? RBIയിൽ വെക്കണം എന്നുണ്ട്. ഒരു റേഷ്യോ പറയും, ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേഷ്യോ അനുസരിച്ചിട്ട് അവിടെ വെക്കണം. അപ്പോൾ എന്തിൻ്റെ ഫോമിൽ? സ്വർണ്ണമായിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ ഒക്കെ നമ്മുടെ ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം സ്വർണ്ണമായിട്ടോ സെക്യൂരിറ്റികളായിട്ടോ നമ്മുടെ RBIയിൽ വെക്കേണ്ട ആ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്താ? ഇറ്റ് ഈസ് എ മിനിമം പ്രൊപ്പോർഷൻ ഓഫ് ദി ബാങ്ക്സ് ഡെപ്പോസിറ്റ് ഈസ് ടു ബി ഹെൽഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് വിത്ത് RBI. ഇപ്പം നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ക്യാഷിൻ്റെ ഫോമിൽ RBIയിൽ വെക്കുന്ന ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? CRR. ഈ CRR SLR എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആ പറയുന്ന റേഷ്യോ അനുസരിച്ച് ഇപ്പം നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈക്ക് അനുസരിച്ച്, മണി സപ്ലൈ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനനുസരിച്ച് CRR SLR മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പം മണി സപ്ലൈ കൂടുതലാണെങ്കിൽ ജനങ്ങൾക്ക് ഇനി ലോൺ കൊടുക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ CRR SLRഉം കൂട്ടണം. കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള ഡെപ്പോസിറ്റിൻ്റെ കുറേ പോർഷൻ എവിടെ എത്തണം? RBIയിൽ എത്തണം. ഇനി മണി സപ്ലൈ കുറവാണ്, ജനങ്ങളിലേക്ക് പൈസ എത്തിക്കണം ലോണായിട്ടെങ്കിൽ ഈ CRR SLR എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ കുറച്ച് കൊണ്ടുപോയിട്ട് എവിടെ വെച്ചാൽ മതി? RBIയിൽ വെച്ചാൽ മതി. അങ്ങനെ RBI
നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളുകളാണ് ഇത്. ഈ ബാങ്ക് റേറ്റ് പഠിക്കണം എന്തായാലും. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വാരിയബിൾ റിസർവ് റേഷ്യോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ഈ പാഠത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളും നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മോർ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.